ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ ഇന്ത്യ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ USA 29 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിലേക്കുള്ള എൻട്രി ഇന്ത്യ നടത്തിയിരിക്കുകയാണ്. ഇന്നലെ ടോസ് നേടിയ USA ക്യാപ്റ്റൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോഴേ വാങ്കഡയിലെ ആരാധകർക്കും ഇന്ത്യൻ ആരാധകർക്കും ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെ ഇന്നലെ കാണാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിയെന്ന് പറയാം. നന്നായി ബോളെറിഞ്ഞ USAക്ക് മുന്നിൽ ഇന്ത്യ വെറും 161 റൺസിന് ഇന്നിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്നിങ്സിൽ സൂര്യകുമാർ യാദവ് മാത്രമാണ് പൊരുതിയത്. അദ്ദേഹം 49 ബോളിൽ 84 റൺസ് എടുത്തു. 10 4-ഉം 4 6-ഉം ഉൾപ്പെടെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ സൂര്യകുമാർ യാദവിൽ നിന്നും കണ്ടത്. ഇതിനു മുമ്പ് അമേരിക്കയുമായി കളിച്ചപ്പോഴും സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു അന്ന് ടോപ്പ് സ്കോറർ. കഴിഞ്ഞ വേൾഡ് കപ്പിലായിരുന്നു ഇന്ത്യയും അമേരിക്കയും ഏറ്റുമുട്ടിയത്. അന്ന് ഇന്ത്യ 3 വിക്കറ്റിന് ജയിച്ചിരുന്നു. ഇന്നലത്തെ മത്സരത്തിലും സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ അടിത്തറ എന്ന് വേണം പറയാൻ. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലാൻഡ്സിനെ 3 വിക്കറ്റിനും, രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലാൻഡിനെ 35 റൺസിനും തോൽപ്പിച്ച് 2026 വേൾഡ് കപ്പിലേക്കുള്ള തങ്ങളുടെ എൻട്രി വിജയത്തോടെയായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിലേക്ക് വരാം. നിങ്ങൾ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഇന്ത്യയുടെ മാച്ചിൻ്റെ വിശേഷങ്ങൾ. ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ബാറ്റിംഗ് ഓപ്പൺ ചെയ്യണം. സഞ്ജു സാംസൺ ഇല്ല, പ്ലേയിങ്ങിൽ ഇന്നലെ കളിച്ചില്ല. ഫീൽഡിങ്ങിന് നല്ല ഇടയ്ക്കുണ്ടായിരുന്നു. ഓപ്പണർ സ്ഥാനത്തേക്ക് വീണ്ടും ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും വേണം. അങ്ങനെ നേത്രവൽക്കറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഇഷാൻ കിഷൻ റണ്ണ് കണ്ടെത്താൻ പാടുപെടുന്നുണ്ട്. ഒരു 6 മാത്രമേ ആ ഓവറിൽ ഇഷാൻ കിഷന് നേടാനായുള്ളൂ. രണ്ടാം ഓവറിലാണ് അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി പുറത്താകുന്നത്. അഭിഷേക് ശർമ്മ വീണ്ടും ഒരു ഫോം ഔട്ടിലേക്ക് പോവുകയാണെന്നൊരു സൂചനയുണ്ട്. അദ്ദേഹം ഒരു ബൗണ്ടറി നേടാനുള്ള ശ്രമത്തിനിടെ ക്യാച്ച് ചാലിംഗ് മടങ്ങിയായിരുന്നു. പിന്നാലെ തിലക് വർമ്മയും ഇഷാൻ കിഷനും ഒരു പാർട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നു. അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പവർ പ്ലേയിലെ ലാസ്റ്റ് ഓവറിലാണ് ഒരു വലിയൊരു കൊളാപ്സിലേക്ക് ഇന്ത്യ വീഴുന്നത്. 3 വിക്കറ്റാണ് ഇന്ത്യയുടെ ആ ഓവറിൽ നഷ്ടം വന്നത്. USA ബോളർ ഷാഡ്ലി വാങ്ഷെക്കിൾ, അത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഷാക്ലെക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡിഫറെൻറ്റ് വേരിയേഷൻ ബോളിങ്ങിലൂടെ ഇന്ത്യയുടെ വിക്കറ്റുകൾ എടുക്കുകയെന്ന് പറയാം. സ്ലോ ബോൾസും അതുപോലെ വൈഡ് യോർക്കറൊക്കെ എറിഞ്ഞ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവം ദുബെ എന്നിവരുടെ വിക്കറ്റുകളാണ് ആ ഓവറിൽ USA ബോളർ എടുത്തത്. ഇതോടെ ഒരു തകർച്ചയിലേക്ക് പോയിരുന്ന ഇന്നിങ്സിനെ റിങ്കു സിംഗും സൂര്യകുമാർ യാദവും ചേർന്ന് രക്ഷിച്ചെടുത്തു. എന്നാൽ റിങ്കു സിംഗും ഹാർദിക് പാണ്ഡ്യയും തൊട്ടടുത്ത ഓവറിൽ പുറത്തായത് ഇന്ത്യ വീണ്ടും ഒരു പതനത്തിൽ ഒരു തകർച്ച നേരിട്ടു. എന്നാൽ 7ാം വിക്കറ്റിൽ സൂര്യകുമാർ യാദവും അക്സർ പട്ടേലും ചേർന്ന് ഇന്ത്യൻ ഇന്നിങ്സ് 100 റൺസ് കടത്തി. ഏകദേശം 10 ഓവറിൽ ഇന്ത്യ വെറും 60 റൺസോളം എടുക്കാനേ സാധിച്ചുള്ളൂ. പിന്നീടുള്ള 10 ഓവറിലാണ് ബാക്കി 100 റൺസും പിറന്നത്. ഒരറ്റത്ത് ഉറച്ചു നിന്ന സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ നട്ടല്. ഓവറോൾ ഇന്ത്യൻ സ്കോറിൻ്റെ പകുതി റൺസും സൂര്യകുമാർ യാദവിൻ്റെ സംഭാവന എന്ന് പറയാം. അർഷദീപിനെയും വരുൺ ചക്രവർത്തിനെയും കൂട്ടുപിടിച്ച് വരെ ഇന്ത്യൻ സ്കോർ അങ്ങനെ 161 സൂര്യകുമാർ എത്തുകയായിരുന്നു. നേത്രാവൽക്കറിഞ്ഞ അവസാന ഓവറിൽ 2 6-ഉം ഒരു 4-ഒക്കെ ഉൾപ്പെടെ ഏകദേശം 20, 2 6 അല്ല 3 6 കണ്ട് ആ ഓവറിൽ വന്നു 3 6 ഒരു 4-ഒക്കെ ഉൾപ്പെടെ 20-ന് ഇപ്പോൾ സ്കോർ ആ ഓവറിൽ തന്നെ സൂര്യകുമാർ യാദവ് നേടി. അങ്ങനെ 162 റൺസ് വിജയലക്ഷ്യമാണ് USAക്ക് മുമ്പിൽ ഇന്ത്യ വെച്ചത്. അങ്ങനെ ഇന്ത്യയുടെ 161 സ്കോർ ചെയ്ത് ഇറങ്ങിയ USAയുടെ തുടക്കം തകർച്ചയോടെ തന്നെയായിരുന്നു. ആദ്യ ടോപ്പ് ഓർഡറിലെ ആദ്യ 3 പേരെയും 13 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യൻ ബോളർമാർ അടക്കി വെച്ചു. ഹർഷിത് റാണയ്ക്ക് പകരം വന്ന സിറാജാണ് USAയുടെ പതനത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. USA ടീം എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതിൽ പകുതി 3/4 പേരും ഇന്ത്യൻ വംശജരാണ്. അതിൽ 1-2 പേരൊക്കെയാണ് ശരിക്കും USA പോണുള്ളൂ. എന്നാൽ 4ാം വിക്കറ്റിൽ മിലിന്ദ് കുമാറും സഞ്ജയ് കൃഷ്ണമൂർത്തിയും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് 58 റൺസ് സ്കോർ പാർട്ണർഷിപ്പാണ് ഇരുവരും 4ാം വിക്കറ്റിൽ നേടിയത്. വരുൺ ചക്രവർത്തി ആ പാർട്ണർഷിപ്പ് ബ്രേക്കുന്നു. പിന്നെ അത് തന്നെ മിലിന്ദ് കുമാറിനെ പറഞ്ഞയച്ച് അക്സർ പട്ടേൽ ഇന്ത്യയെ വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. പിടിച്ചു നിന്ന ശുഭം രാഞ്ചനെ ശുഭത്തെയും സിറാജ് പുറത്താക്കിയതോടെ USA 132 8 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേൾഡ് കപ്പിലെ ആദ്യ ജയം. 29 റൺസിനായിരുന്നു ഇന്ത്യ വേൾഡ് കപ്പിൽ ജയിച്ചത്. ഇനി അടുത്ത മത്സരം നമീബിയയായിട്ടാണ്. അത്
ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ് മത്സരം. അപ്പോൾ നമീബിയയുമായുള്ള മത്സരത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.